ഹലോ നമസ്കാരം, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു സിനിമയുടെ മൂന്നാം ഭാഗത്തിന് ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗത്തിനാണ്. ഇന്ന് ദൃശ്യത്തിന് ഇന്ത്യ മുഴുവൻ പ്രേക്ഷകരുണ്ട്. ദൃശ്യം 1 ഇറങ്ങിയപ്പോൾ അത് മോഹൻലാലിൻ്റെ ഒരു മലയാള സിനിമ മാത്രമായിരുന്നു. എന്നാൽ ആ സിനിമയിലെ ഒരു കുറ്റകൃത്യവും ആ കുറ്റകൃത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള പോലീസിൻ്റെ അന്വേഷണവും അത് മൂടിവെക്കാനുള്ള ആ കുടുംബത്തിൻ്റെയും കുടുംബനാഥൻ്റെയും ശ്രമവുമെല്ലാം അതിനെ തികച്ചും വ്യത്യസ്തമായ ഒരു മികച്ച കാറ്റ് ആൻഡ് മൗസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാക്കി മാറ്റി. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലേക്ക് അത് റീമേക്ക് ചെയ്യപ്പെടുകയും അതാത് ഭാഷകളിൽ അവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ നായകനായി വരികയും അവിടെയെല്ലാം തന്നെ ആ സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു. സിനിമ ഏവരാലും പ്രശംസിക്കപ്പെടുകയും 2 കാര്യങ്ങൾ ആ സിനിമയുടെ ഏറ്റവും മികച്ചതായി വിമർശകർ പോലും പ്രകീർത്തിക്കുകയും ചെയ്തു. അതിലൊന്ന് വളരെ ഇൻ്റലിജൻ്റായ അതിൻ്റെ തിരക്കഥയാണ്. അവസാന നിമിഷം വരെ ഉദ്യോഗമുണർത്തിക്കൊണ്ട് അതിനെ ഒരു മികച്ച ഡ്രാമ ത്രില്ലറാക്കി മാറ്റുന്നതിൽ ജിത്തു ജോസഫ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. രണ്ടാമത് അതിലെ നായകനായ മോഹൻലാൽ തന്നെയാണ്. മറ്റു ഭാഷകളിലെല്ലാമുള്ള സൂപ്പർ താരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മോഹൻലാൽ എത്ര മികച്ച അഭിനേതാവാണെന്ന് തെളിഞ്ഞ സിനിമ കൂടിയായിരുന്നു അത്. സിനിമാഭിനയത്തിൽ ഒരു അഭിനേതാവിൻ്റെ ശക്തിയായും മികച്ചതായും കരുതപ്പെടുന്ന സൂക്ഷ്മാഭിനയത്തിലുള്ള തൻ്റെ പാഠവും എത്രമാത്രം മികച്ചതാണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമ കൂടിയായി ദൃശ്യം മാറി. എന്നാൽ പിന്നീട് ദൃശ്യം 2 പുറത്തിറങ്ങിയപ്പോൾ അന്നത്തെ കോവിഡ് സാഹചര്യത്തിൽ അത് OTTയിലാണ് ഇറങ്ങിയത്. ഉർവശി ശാപം ഉപകാരം എന്നത് പറഞ്ഞതുപോലെ മലയാള സിനിമയെ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ അത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ സിനിമയെ മാത്രമല്ല, മോഹൻലാൽ എന്ന നായകനെയും അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠത്തെയും നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ഇന്ത്യൻ പ്രേക്ഷകർ കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു അത്. അതിൻ്റെ റീമേക്കും എല്ലാ ഭാഷകളിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ദൃശ്യം 2 മലയാള സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ റിലീസ് സ്റ്റാറ്റസ് കൊടുത്ത ആദ്യത്തെ സിനിമയാണ്. എന്നാൽ ഒരു പാൻ ഇന്ത്യൻ റിലീസിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആദ്യ സിനിമയാണ് ദൃശ്യം 3. ഇന്ത്യയിൽ ആകമാനമുള്ള സിനിമാ പ്രേമികൾ ഒരു മലയാള സിനിമ പാൻ ഇന്ത്യൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ദൃശ്യം 3 ഹിന്ദിയിൽ മലയാള സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് തന്നെ ചിത്രീകരിച്ചുകൊണ്ട് രണ്ടും ഒരേ സമയത്ത് തിയേറ്റർ റിലീസാക്കി മാറ്റുന്ന രീതിയിൽ അതിൻ്റെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ പാൻ ഇന്ത്യൻ സാധ്യതയുള്ള ഒരു മലയാള സിനിമയുടെ ഹിന്ദി വേർഷനും അതേ ദിവസം തന്നെ പുറത്തിറക്കുമ്പോൾ അത് ഹിന്ദി മേഖലയിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സിനിമാ മേഖലയാകെ ആ സിനിമയുടെ തിയേറ്ററുകളിൽ മഹാഭൂരിപക്ഷവും കൈയടക്കാൻ പോകുന്നത് ദൃശ്യം 3ൻ്റെ ഹിന്ദി വേർഷനായിരിക്കും. ഇതുവഴി മലയാള സിനിമയ്ക്ക് ലഭിക്കുമായിരുന്ന പ്രേക്ഷകരാഗ്രഹിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ റിലീസ് സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. എന്നാൽ മോഹൻലാൽ എന്ന അഭിനേതാവിന് ഇതിൻ്റെ ഒരു പാൻ ഇന്ത്യൻ റിലീസ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നടക്കുകയും അതൊരു ഹിറ്റ് ആവുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ മറ്റൊരു ടേണിംഗ് പോയിന്റായി ഇത് മാറുകയും ചെയ്യുമായിരുന്നു. ഈ സാധ്യതകളെല്ലാം ഇല്ലാതാക്കിയത് മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൻ്റണിയുടെ ആശീർവാദ് ഫിലിംസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശയും. 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നില്ലെങ്കിലും ഏതാനും നാണയത്തുട്ടുകൾക്ക് വേണ്ടി ദൃശ്യം 3 ഇങ്ങനെ ഹിന്ദിയിലേക്കും കൂടി ഒരേ സമയം വിറ്റ് പണമാക്കിയത് ആശീർവാദിന് മാത്രമല്ല മോഹൻലാലിന് പറ്റിയ ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. അത് ഇന്ത്യ മുഴുവൻ എത്തിപ്പിടിച്ച് വേരുറപ്പിക്കാനുള്ള മലയാള സിനിമയുടെ ശ്രമത്തിനിടയിൽ വന്ന ചരിത്രപരമായ ഒരു മണ്ടത്തരമായി ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കുമ്പത്തിൻ്റെ നമസ്കാരം.